ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ എന്റെ ഒരു ഈവനിങ് വ്ലോഗ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുവരെ ഈവനിങ് വ്ലോഗ് എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഈവനിങ് വ്ലോഗ് എടുക്കാം. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇഞ്ചിക്കറി വെക്കാനുണ്ട്. അപ്പം ഇത് അമ്മാമ വയ്ക്കാൻ പോകുന്നതാണ്. അപ്പൊ അമ്മ അടിപൊളിയായിട്ട് ഇഞ്ചിക്കറി വെക്കും. അപ്പം ഇത് അമ്മ തൊലിച്ചൊന്നും ഞാൻ അരിഞ്ഞു കൊടുത്തു, കാരണം കട്ടിയായിട്ട് അരിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാനിപ്പോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ വന്ന് ഇഞ്ചിക്കറി വെക്കും. കുറച്ച് കഴിയുമ്പോ ഇവാന സ്കൂളിലോട്ട് വന്നിട്ടുണ്ടേ. അപ്പൊ ഇവായുടെ ലഞ്ച് ബോക്സ് ഒക്കെ വാഷ് ചെയ്യാൻ. അപ്പൊ ചായ ഇടാൻ നേരത്തെ പാലില്ല കേട്ടോ. അങ്ങനെ ഏട്ടൻ പോയി പാല് മേടിച്ചതിന്റെ കൂട്ടത്തിൽ മുന്തിരി മേടിച്ചോണ്ട് വന്നേ. അപ്പൊ ജ്യൂസ് മുന്തിരി ഉണ്ട്, നമ്മുടെ അല്ലാത്ത സീഡ്ലെസ് മുന്തിരി ഉണ്ട്. അത് ഇവാനയ്ക്ക് അതാണ് കേട്ടോ ഇഷ്ടം. അപ്പം മുളക് ഉപ്പൊക്കെ ഇട്ട് ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. അപ്പൊ അങ്ങനെ കഴിച്ചോളും. ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാൻ സമയം. അങ്ങനെ ഇവാനെ ഞാനും കൂടെ പോയി വിളക്ക് കത്തിച്ച് അതിനുശേഷം ഇഞ്ചിക്കറി വെക്കാനായിട്ട് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി ഫ്രൈ ചെയ്യാൻ ഇട്ടു. എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ആഹാരം മാത്രമേ അമ്മ കഴിക്കത്തുള്ളൂ. പുറത്തുനിന്നൊക്കെ സാമ്പാർ കൊണ്ടുവന്ന് അമ്മ കഴിക്കത്തില്ല, കാരണം ഗ്യാസ് ഇഷ്യൂ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വെക്കുമ്പോൾ ഞാൻ വെക്കുമ്പോൾ സാമ്പാർ കൂട്ടും. സാമ്പാർ പരിപ്പൊന്നും പുറത്തു കൊണ്ടൊന്നും അമ്മ കൂട്ടത്തില്ല. വീട്ടിലുള്ളതാണെങ്കിൽ മാത്രം കടലക്കറി അങ്ങനെ എന്ത് കൊണ്ടുവന്നാലും വെളിയിൽ നിന്ന് കഴിച്ചു കൊടുത്താൽ അമ്മ കഴിക്കത്തില്ല. അമ്മ അതിൽ ഭയങ്കര കൺട്രോളാണ് കേട്ടോ. അമ്മയുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ അമ്മ നല്ലപോലെ ടേക്ക് കെയർ ചെയ്യും. നമ്മളൊക്കെ ഒരു ഫുഡ് തന്നെ നമുക്ക് ചിലപ്പോൾ കുഴപ്പമില്ല ഒരു ദിവസം കഴിക്കാൻ കഴിയും. പക്ഷെ അമ്മമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കഴിക്കില്ല. ലൈക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതങ്ങ് കോരി മാറ്റിയിട്ട് ആ ഓയിലിൽ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി മൂപ്പിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പുളിവെള്ളം ഇട്ട് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയാണ്. ഇഞ്ചിക്കറി വെച്ചിരിക്കുകയാണ്. അമ്മാമ പറഞ്ഞ പോലെ അമ്മാമയുടെ അതേ റെസിപ്പിയാണ് അമ്മാമ പറഞ്ഞത് പോലെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് പൊതുവെ അങ്ങനെ ഇഞ്ചിക്കറി ഞാൻ കല്യാണത്തിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തില്ല. എനിക്ക് ഇഷ്ടമല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടു. നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് ഓണത്തിനൊക്കെ ഇഞ്ചി വെക്കുമ്പോ നമ്മുടെ അമ്മമാരല്ലേ വെക്കുന്നത്. നമ്മളാരും ആ ഒരു ഏരിയയിലോട്ട് പോവാറില്ലല്ലോ. അമ്മാമയാണ് ഇഞ്ചിക്കറി വെക്കാനിരുന്നത് കേട്ടോ. പക്ഷെ അമ്മാമയ്ക്ക് വൈകുന്നേരം ആയപ്പോ കാല് ഭയങ്കര വേദനയായിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്മാമ അതാ വന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോ തണുത്തിട്ട് നമുക്കൊരു ബോട്ടിലോട്ട് മാറ്റാം. ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിക്കറി വെച്ചത് മുതല് ഇഞ്ചിക്കറി ടേസ്റ്റ് ചെയ്യാണ്ടിരിക്കും. എങ്ങനെയുണ്ട് ഇഞ്ചിക്കറി? എനിക്ക് എരിയുന്നില്ലേ? സ്പൈസി അല്ലേ? പല്ലവി അറിയണ്ടേ? പല്ലവിയിൽ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ അമ്മയെ തീരെ അടിപൊളി. നിങ്ങളുടെ അമ്മയെ കാണുവാണ് എന്റെ അമ്മ. എങ്ങനെയുണ്ട്? അപ്പൊ ഈവനിങ് ഏട്ടൻ പുറത്ത് പോയിട്ട് എനിക്ക് ഷവർമ മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ കുറെ ദിവസമായി ഷവർമ കഴിച്ചിട്ട്. അപ്പൊ ഇന്നിപ്പോ ഒന്നും ഡയറ്റ് ഒന്നും നോക്കുന്നില്ല, പെപ്സി എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഷവർമയായിരുന്നു കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.